ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആണ് കേട്ടോ ഒരു കിറ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കിറ്റ് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ് ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ചായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിക്കേണ്ട, നിങ്ങൾക്ക് ഇതുപോലെ ഒരു കുഞ്ഞു കിറ്റായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് വെച്ചാൽ മെയിനായിട്ട് നമുക്ക് വേണ്ട കുറച്ച് ഐറ്റംസാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ വഴിയെ പറയാം. അപ്പം എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ലൂപ്പ് ടേണറാണ്. നമുക്ക് നമ്മുടെ ലൂപ്പൊക്കെ എടുക്കാനായിട്ട് നമ്മൾ ഇർക്കിലേക്ക് വെച്ചിട്ടാണല്ലോ എടുത്തിട്ടിരുന്നത്. ഇപ്പോൾ നമുക്കിത് ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ലൂപ്പ് എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് നമുക്ക് വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു ഇത് നമ്മുടെ സ്റ്റിച്ചൊക്കെ നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കുന്നതല്ല, നമ്മൾ സൂചി പിന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ പൊട്ടിച്ചെടുക്കുന്നത്. ഈ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഇങ്ങനെ കയറ്റി പൊട്ടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇതുപോലൊരു എന്താ പറയുക, ഒരു പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. ആ ഒരു ഭാഗമാണ് ഇങ്ങോട്ട് വെക്കേണ്ടത്. അതായത് നമ്മൾ തിരിച്ച് ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ നമ്മുടെ ക്ലോത്ത് കീറാൻ സാധ്യതയുണ്ട്. ഇത് വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിപ്പോകും. കാണിച്ചു തരാം. നമ്മുടെ ഈ സ്റ്റിച്ച് നമ്മളിതിങ്ങനെ പൊട്ടിക്കുമ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി ഇങ്ങനെ പൊട്ടിക്കരുത്. ഇങ്ങനെ പൊട്ടിക്കുകയാണെങ്കിൽ ആ ഒരു ഇത് കൊണ്ട് ക്ലോത്ത് കീറും. നമ്മളിതിങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ഈ ഒരു പോയിന്റ് വരുന്നുണ്ടല്ലോ, ആ ഒരു ബോൾ പോലെ വരുന്നത്, അത് വേണം ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റാൻ. അത് ഇങ്ങനെ കയറ്റിയിട്ട് നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അത് പൊട്ടിച്ചെടുക്കാൻ പറ്റും. അതല്ല തിരിച്ചാണ് വരുന്നതെങ്കിൽ നമ്മുടെ അത് ഈ ഒരു പോയിന്റ് കൊണ്ട് ക്ലോത്ത് കീറിപ്പോകും പെട്ടെന്ന്. അപ്പോൾ ഇത് വേണം ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടി. ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. കണ്ടോ? കണ്ടില്ലേ? ഇതുപോലെ നമുക്കിത് പൊട്ടിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഇത് വേണം ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് വേണം പൊട്ടിക്കാൻ. ഇതിങ്ങനെ തിരിച്ചാണെങ്കിൽ ക്ലോത്ത് കീറും. ഇതിൻ്റെ ഈ മുന കൊണ്ടിട്ട് ക്ലോത്ത് കീറിപ്പോകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാൻ സ്റ്റിച്ചിങ് ചെയ്യുന്ന മിക്കവർക്ക് അറിയാൻ പറ്റും, എന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞാൽ കേട്ടോ. മിക്കവർക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, ചിലവരെങ്കിലും ഇതിങ്ങനെ തിരിച്ച് പിടിച്ച് ചെയ്യുന്നവരുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മുടെ കിറ്റിനകത്ത് വരുന്നത് രണ്ടാമത്തെ ഐറ്റം ഇതാണ് വരുന്നത്. പിന്നെ നമ്മുടെ ചെറിയ ത്രെഡ് കട്ടറാണ് വരുന്നത് കേട്ടോ. ത്രെഡ് കട്ട് ചെയ്യുന്ന കുഞ്ഞു കട്ടറാണ് വരുന്നത്. പിന്നെ നമ്മുടെ ട്രേസിങ് വീലാണ്. ട്രേസിങ് വീല് നമ്മൾ മാർക്കൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരുമിച്ച് ഒറ്റ ഇതിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒരു സൈഡിലെ ക്ലോത്തിൽ മാത്രം മാർക്ക് ചെയ്താൽ മതി. അത് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുമ്പോഴേക്കും ആ താഴത്തെ ഭാഗത്തു കൂടി ആ ഒരു മാർക്ക് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ട്രേസിങ് വീല്. പിന്നെ നമ്മുടെ മാർക്കിംഗ് പെന്ന്, സ്റ്റിച്ചിങ്ങിന് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റമാണ് മാർക്കിംഗ് പെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പെൻസിലും പിന്നെ ഒരു പെന്നും ഉണ്ടാവും കേട്ടോ. രണ്ടും ഓരോ പീസ് വെച്ചിട്ടാണ് വരുന്നത്. പിന്നെ നീഡിൽ ഇത്രയും പീസ് വരുന്ന ഒരു നീഡിലാണ്. ഇതാകുമ്പോഴത്തേക്ക് നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനും, ഇതുപോലൊരു കുഞ്ഞ് ടിന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കത് സൂക്ഷിച്ച് വെക്കാനും പറ്റും കേട്ടോ. നമ്മൾ സാധാരണ ത്രെഡിലൊക്കെ കുത്തിയിട്ടാണല്ലോ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ ടിന്നാണ് നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് ഇട്ട് വെക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു നീഡിലിൻ്റെ സെറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് നൈറ്റിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലേസ്, ഒരു 2 മീറ്റർ ലേസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് മൂവിങ് ഉള്ളൊരു ഐറ്റമാണിത്. നമ്മുടെ ഫ്യൂസിങ് ടേപ്പാണ്. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, നമ്മൾ ഇതിൻ്റെ യൂസ് കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് കൊടുത്തേക്കാം, ഇത് ചെയ്യുന്നതിൻ്റെ ഒന്ന് കൊടുത്തേക്കാം. വേണ്ടവർക്ക്, അറിയാൻ പാടില്ലാത്തവർ വീഡിയോ ഒന്ന് കണ്ടു നോക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്കൊരു ടേപ്പും വരുന്നുണ്ട് ഇതിനകത്ത്, ഫ്യൂസിങ് ടേപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മുടെ ഈ ഒരു കിറ്റിനകത്ത് വരുന്നത് കേട്ടോ. പിന്നെ ഒരു മെയിൻ ഐറ്റം അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, കാരണം അത് സ്റ്റിച്ചിങ് ചെയ്യുന്ന മിക്ക ആളുകൾക്കും ഉണ്ടാകും. അതല്ല ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചാൽ മതി. ഇതാണ് കേട്ടോ നമ്മുടെ ടേപ്പാണ്, മെഷറിങ് ടേപ്പ്. അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, വേണ്ടവർക്ക് ചോദിച്ചാൽ മതി. ഇതുപോലുള്ള ടേപ്പ് എനിക്ക് നല്ല യൂസാട്ടെ. ഈ ഒരു ടേപ്പിന്
കാരണം വെച്ചാൽ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കിടക്കത്തില്ല. നമുക്ക് കുഞ്ഞൊരു ഇത് വെച്ച് നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കാനും എന്നുവെച്ചാൽ ടേപ്പ് കുറേ നാളത്തേക്ക് നിൽക്കാനും ഈ ഇതുപോലുള്ള ഐറ്റം ആണെങ്കിൽ നല്ലതാട്ടോ. മറ്റേതാകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇടുമ്പോഴേക്കും സൈഡൊക്കെ ഇങ്ങനെ വിണ്ട് കീറി പൊട്ടിയൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് നമ്മുടെ ആവശ്യം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ ഈ ടേപ്പ് വേണ്ടവർ പറയാം കേട്ടോ, വേണ്ടവർ മാത്രം പറയാം. അപ്പോൾ ഇതും അത് സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മുടെ ഈ ഒരു കിറ്റിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 199 ആണ് കേട്ടോ. അപ്പോൾ ടേപ്പ് വേണ്ടവർ ചോദിച്ചാൽ മതി. അപ്പോൾ ഇത് വേണ്ടവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു കിറ്റ് ഇഷ്ടപ്പെട്ടവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.